ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ബോസ് കഴിഞ്ഞിരിക്കുകയാണ്. Yes. ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. യെസ്, എന്താ തോന്നുന്ന ഈ നിമിഷത്തില്? ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ബിഗ് ബോസ്. ഒരു വളരെ എന്താ പറയുക, സന്തോഷവും സങ്കടവും വിചിത്രമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഒരു വല്ലാത്തൊരു ലൈഫായിരുന്നു 100 ദിവസം. എൻ്റെ ഒരുപാട് പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. 5ാം സ്ഥാനം കിട്ടി. എന്നാലും ആ 5ാം സ്ഥാനം കിട്ടാനും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. അക്ബർക്കാടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും നമ്മൾ ബിഗ് ബോസ് കണ്ടു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ എന്ത് തോന്നി? അതൊക്കെ എല്ലാം കണ്ടിട്ട് ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ. അല്ല, ആക്ച്വലി ഞാൻ കൂടുതൽ ജനങ്ങളിലോട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അതിപ്പോൾ ഇതാണോ ഒന്നും. അതായത് എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി. നല്ലൊരു സീസണിലൊരു ബെസ്റ്റ് മൈൻഡ് ഗെയിമർ ആയിരുന്നു ഒരു സാധനം പലരും പറഞ്ഞ്, പ്രൊഡക്ഷനിലെ ആൾക്കാരും പറഞ്ഞ്. പിന്നെ പുറത്ത് കുറച്ച് ആൾക്കാർ ഫീഡ്ബാക്ക് കിട്ടി. ഞാൻ കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഫാമിലിയും വൈഫുമായിട്ടാണ് കൂടുതൽ സംസാരിച്ചത്, പിന്നെ ഫ്രണ്ട്സും. ഈ അക്ബർക്കാരുടെ കാര്യങ്ങളെടുത്ത് നോക്കുമ്പോൾ ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആവുന്ന ഒരാളാണ് ഷാനവാസ്കായിട്ട്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു. ഈ അക്ബർഖാനെ സംബന്ധിച്ച് അക്ബർഖാൻ ഈ ബന്ധങ്ങൾക്ക് ഒരുപാട് ഇത് കൊടുക്കുന്ന ആളാണ്. അതിന് എക്സാമ്പിൾ ആയിരുന്നു ഷാനവാസ്കായിട്ടുള്ള ബന്ധമായാലും അഫ്ഗാനിസ്ഥാനത്തായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും എല്ലാ തരത്തിലുള്ള കൂട്ടുകെട്ടായാലും. ഈ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് ബിഗ് ബോസിലായാലും ജീവിതത്തിലായാലും ഒക്കെ ഉള്ള? എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അവിടെ കഴിഞ്ഞു. ഞാൻ ആ ഒരു ഗെയിമറായിട്ടാണ് അതിനകത്ത് പോയത്. പിന്നെ മുന്നിൽ കാണുന്ന വിഷയങ്ങളിൽ ഇടപെടുക, അതാണല്ലോ ബിഗ് ബോസ്. നമ്മളെ ബാധിക്കപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രം ഇടപെടാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മൂലയ്ക്ക് മാറിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലരിടത്തും ഗെയിമിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അനുമോളിട്ട് എത്രയോ വഴക്കുകൾ, ഷാനവാസ് ഖാനായിട്ട് എത്രയോ വഴക്കുകൾ. പക്ഷെ അതൊക്കെ ഗെയിം ഞാനത് അവിടെ കളഞ്ഞു. ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ വെച്ച് അനുമോൾക്ക് ഒരു ഷെയ്ക്കിന് കൊടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കൂടി പൊതിഞ്ഞു. ഞാൻ തന്നെ ചമ്മിപ്പോയി. ഞാനൊരു കൈയും പിടിച്ചിങ്ങനെ കുറേ നടന്നിട്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനുമോളുടെ അടുത്തും പേഴ്സണലായിട്ട് പറഞ്ഞു. കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു. പിന്നെ ഇത്രയും പേര് ഗെയിം കളിച്ചു. അതിനകത്ത് എന്തൊക്കെ വലിയ ഇതാണെങ്കിലും ഒരാൾക്കേ കപ്പ് കിട്ടുള്ളൂ. ബിഗ് ബോസിന്റെ ഈ 100 ദിവസത്തില് മറക്കാനാവാത്തൊരു മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അക്ബർക്കാർക്ക് ഇത് ഓർക്കാൻ പറ്റിയൊരു കാര്യം എന്തായിരിക്കാം? അയ്യോ പൊന്നു ബ്രോ, അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഇമോഷനിലൂടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പുറത്ത് TV കാണുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് എത്രമാത്രം ഇതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാവുമെന്ന് അറിയില്ല. ഭയങ്കര അതിനകത്ത് ഇപ്പോൾ അനുമോളുടെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ആദില ആയിക്കോട്ടെ, ഷാനവാസ്കായിട്ട് ഒരുപാട് നല്ല റിയൽ മൊമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് തന്നെ ഉള്ളി തട്ടിയിട്ടുണ്ട്. എൻ്റെ ഉണ്ട്, അപ്പാനിയുടെ ഉണ്ട്. അത് ഇപ്പൊ പലരും പറയും സ്ക്രിപ്റ്റഡ് ആണ്. ഒരിക്കലും അല്ല, എല്ലാ ഇമോഷൻസും റിയൽ ആണ്. ഈ അപ്പാനിയുടെ റീ എൻട്രിയിലെ ആ ഒരു സംഭവം ഫുള്ള് റീല് ആ ഒരു മൊമെന്റ് എന്താ ഭയങ്കരമായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അവന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവനായിരുന്നു, വേറൊരാളില്ല. ഞാൻ അപ്പാനി സൗഹൃദം. പിന്നെ നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഗെയിമൊക്കെ ചർച്ചയും ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ഗ്രൂപ്പായി. പക്ഷെ അവൻ പോയതിനു ശേഷം പിന്നെ എനിക്ക് ആ ഗ്രൂപ്പ് എന്നുള്ള ഒരു സാധനം പിന്നെ എനിക്ക് വന്നിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റയ്ക്കാനാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഭയങ്കര അടിപൊളി ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. കാരണം അക്ബറിന്റെ കൂടെ കൂടുന്ന ആൾക്കാർ എപ്പോഴും ഔട്ടാവും, കുരുതിക്കളന്നൊക്കെ അത് പൊളിച്ചടിക്കും. നിവിന്റെ വിഷയം നോമിനേഷൻ വന്നു. നിവിനും അക്ബറും ഭയങ്കര പേടിച്ചത്. അന്ന് നിവിൻ ഔട്ടായിരുന്നെങ്കിൽ തലയിലായെന്നുള്ളൊരു എനിക്ക് തോന്നുന്നു അന്ന് തന്നെ നിവിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കണേ ഔട്ടാവരുത്. അടിപൊളിയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ആൾക്കാരും മനസ്സിലുണ്ടായിരുന്നു. ഔട്ടായി കഴിഞ്ഞാൽ അത് അക്ബറിന്റെ പേരിൽ വരും. അത് ഓൾറെഡി അതൊരു വല്ലാത്തതായിരുന്നു. ജേണി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ. ഇത്രയും 100 ദിവസം തികയ്ക്കുന്നു, വലിയൊരു കടമ്പ ഇപ്പോ കഴിഞ്ഞിരിക്കുന്നു. അക്ബർ എന്നുള്ളൊരു കലാകാരനെ സംബന്ധിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് ലൈഫിൽ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ മറുപടി പറഞ്ഞെങ്കിൽ ഞാൻ പുറത്തു പോയിട്ട് എൻ്റെ നോർമൽ ലൈഫിലോട്ട് വരുമ്പോൾ എത്രമാത്രം അത് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം പുറത്തൊരു ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയുള്ളൂ. അത് എനിക്കിപ്പോൾ ഇറങ്ങിയല്ലേ ഉള്ളൂ, ആ ചൂടിൽ നിൽക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അക്ബറിന്റെ വൈഫ് അക്ബറിന് തന്നൊരു സപ്പോർട്ട് ഉണ്ട്. അയ്യോ, ഞങ്ങൾക്ക് എയർപോർട്ടിൽ എന്റെ മകന് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് ഇങ്ങനെ എന്നെ കരയിപ്പിക്കരുത്. അല്ല ഓക്കെ,
ഞാനും ഇപ്പോൾ ഉമ്മാനെയും വൈഫിനെയൊക്കെ നാട്ടിൽ പോയിട്ട് കാണണം എല്ലാവരും സംസാരിച്ചു, എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കും. തീർച്ചയായിട്ടും തുടക്കം മാത്രമാണെന്ന് കരുതുക. അതെ, ഇനിയുള്ള തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ജെന്യുവനായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, വിമർശിച്ച ഒരുപാട് പേരുണ്ട്, കളിയാക്കിയവരുണ്ട്, പിന്നെ എന്താ പറയുക നല്ല വാക്കുകൾ പറഞ്ഞവരുണ്ട്. എല്ലാവരോടും സന്തോഷം മാത്രം, അത് മാത്രമേ പറയുള്ളൂ. കാരണം നമ്മളെക്കുറിച്ച് സംസാരിക്കുക, നമ്മൾ സംസാരിക്കപ്പെടുക എന്ന് പറയുന്നത് ആസ് എ ഗെയിമർ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ അതിനകത്ത് പോയിട്ട് 100 days എൻ്റെ ഗെയിം കളിച്ചു, ഞാൻ എൻ്റെ മൈൻഡ് സ്ട്രാറ്റജീസ് എടുത്തു, ഞാൻ ഒരു ഗെയിമറായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മളെല്ലാവരും ഈ ബൈറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറയുമ്പോൾ ഒരു 3 പേര് അല്ലെങ്കിൽ 5 പേരെ പേര് പറയുമ്പോൾ അതിൽ അക്ബറിന്റെ പേരുണ്ടായിരുന്നു, ഒരു നല്ലൊരു ഗെയിമറാണെന്നുള്ള രീതിയിൽ. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഈ പറയുന്ന ഇപ്പോൾ പല ആൾക്കാരും. ഈ കഴിഞ്ഞ ബിഗ് ബോസിലാണെങ്കിലും ഈ ഇപ്പോൾ എൻട്രി ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഈ പകിൽമാർ, അങ്ങനെ പല പല ആൾക്കാരുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? അത് അക്ബറിന്റെ ഒരു റിയൽ ഫേസ് ഉള്ളതുകൊണ്ടായിരിക്കും അവനെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത്? അതെ, ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും റിയൽ ഫേസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് അറിയാലോ, ഇപ്പൊ ഒരാളെങ്ങനെ പുറത്താക്കണം എന്നുള്ളതായിരിക്കുള്ളൂ. ആ ഗെയിം അപ്പോൾ ഞാനും കളിച്ചിട്ടുണ്ട്, എല്ലാവരും കളിച്ചിട്ടുണ്ട്. കാരണം അതാണ് ഗെയിം. കാരണം മാനിപ്പുലേറ്റ് ചെയ്യേണ്ടിടത്ത് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും, മാനിപ്പുലേറ്റഡ് ആവാൻ പാടില്ലാത്തടത്ത് നമ്മൾ ആവാനും പാടില്ല. ചർച്ച ചെയ്യണം, സംസാരിക്കണം. അപ്പോൾ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗം. ഇപ്പോൾ നമ്മളങ്ങനെ ഒരു മൈൻഡ് ഗെയിമറാണ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഗെയിമർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. കപ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പിന്നെ ഈ പറയുന്നത് പോലെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്സ് അങ്ങനെ വേറെയും പറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിനൊക്കെ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ. പബ്ലിക്കിനും ഈ പ്രേക്ഷകർക്ക് ഇത്രയും ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം എല്ലാ പ്രേക്ഷകർക്കും. ഏറ്റവും കൂടുതൽ പാരഡി കാര്യങ്ങൾ പാടി ആക്ച്വലി എന്താണെന്നറിയോ, പാരഡി പാടാ അത് അതൊക്കെ ആ ഗെയിമിന്റെ അത് ആക്ച്വലി ഞാൻ ആ റാപ്പ് പാടുന്ന സമയത്ത് അനുമോളുമായിട്ട് നല്ല ടേമിലായിരുന്നു. അപ്പൊ അനുമോളടുത്ത് ഞാൻ പറഞ്ഞു, അനുമോള് ഞാനൊരു ചെറിയ റാപ്പ് ചെയ്തിട്ടുണ്ട്, അതിപ്പോ നമ്മൾ നല്ല ടേമിലാണ്, പക്ഷെ ഞാനത് എഴുതിയത് കൊണ്ട് ഞാനത് പാടുകയാണെന്ന് പറഞ്ഞു പാടിയത്. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അത് പിന്നെ നമുക്ക് കോപ്പിറൈറ്റ്സിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് വരികൾ എഴുതണം. അപ്പൊ അല്ല അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അവനെ ഹേർട്ട് ചെയ്യാൻ ഒരു കാര്യം ലാസ്റ്റ് അവസാനമായിട്ട് അക്ബർക്കാരുടെ പുതിയ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്, മായാദീവാനെ എന്നുള്ള ഒരു സോങ്. അത് എങ്ങനെയുണ്ട്? കേട്ടോ? ഇഷ്ടപ്പെട്ടോ? ആ, താങ്ക് യു. അത് ഇതേപോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടിൽ വന്നൊരു പാട്ടാണ്. ഞാനത് ആക്ച്വലി അതിൻ്റെ ഓഡിയോ പ്രൊഡക്ഷൻ ചെയ്തു, മ്യൂസിക് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു, അഡീഷണൽ പ്രോഗ്രാമിങ് ചെയ്തെന്ന് മാത്രം. ബാക്കി പാടി, ലിറിക്സ് മുത്തു, മറ്റേ മ്യൂസിക് ഫായിസ് അവരൊക്കെ ചെയ്തു, വിഷ്ണു ഗ്രൂവി. അപ്പൊ ഒരുപാട് സന്തോഷം. കുറെ ആൾക്കാർ വന്നു എന്നൊക്കെ കേട്ട്. അതാണ് ഏറ്റവും വലുത്. കാരണം ചേട്ടന് വേണ്ടി ഒരുപാട് പുറത്തുപോയ ഒരുപാട് പേര് വന്നു. അതൊക്കെ ഭയങ്കര സ്നേഹം. വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കാരണം ആരൊക്കെ വന്നൊന്നും അറിയില്ല, വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. കാരണം അത് താങ്ക് യു. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇതിപ്പോ ഇന്റർവ്യൂ മാതിരി ആയല്ലോ. ഇതാണോ ബൈറ്റ്? ഇത് കൊറേ ആയല്ലോ. അതെ, അതൊക്കെ എന്താ പാടുക? ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഓ, താങ്ക് യു.